ടോപ്പിക് ഈസ് സിമോസ് ഇൻവേർട്ടർ അല്ലെങ്കിൽ സ്റ്റാറ്റിക് സിമോസ് ഇൻവേർട്ടർ ആണ് നെക്സ്റ്റ് ടോപ്പിക്ക്. സിമോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, അതാണ് സിമോസ്. ഈ സിമോസ് എന്ന് പറയുന്ന നമ്മൾ സർക്യൂട്ട്സൊക്കെ ഡ്രോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ലോജിക്കാണ്. ആ സിമോസ് കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നുണ്ട് അതിനകത്ത്. കോംപ്ലിമെൻ്ററി മീൻസ് എന്താണ്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പി മോസ് ആൻഡ് എൻ മോസ്. നമ്മൾ എൻ ചാനൽ മോസ്ഫെറ്റ് പഠിച്ചാണ്, പി ചാനൽ മോസ്ഫെറ്റ്സും പഠിച്ചാണ് അല്ലേ? എൻ ചാനൽ മോസ്ഫെറ്റിനെയാണ് എൻ മോസ് എന്ന് പറയുന്നത്, പി ചാനൽ മോസ്ഫെറ്റിനെയാണ് നമ്മൾ പി മോസ് എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ സിമ്പിൾസൊക്കെ ഫെമിലറൈസ് ചെയ്താണ്. അത് തന്നെ 2 ടൈപ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചാണ്. എൻ മോസ് എന്താണ്, പി മോസ് എന്താണെന്നൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഒരു ഇൻവെർട്ടർ എന്താണെന്നും അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും അതിൻ്റെ ഒരു വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഇത് മൂന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് എന്താണ് പി മോസിൻ്റെ എൻ മോസിൻ്റെ സിമ്പിൾസ് എന്ന് നോക്കാം. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് പി മോസിൻ്റെ സിമ്പിൾ ഇതാണ്. പി മോസിനെ കണ്ട് ഇവിടെ ഫ്രണ്ടിലൊരു ബബിളുണ്ട്, ബബിളുള്ളൊരു സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു ആക്ച്വലി 4 ടെർമിനൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോഴ്സ് ഉണ്ട്, ഗേറ്റ് ഉണ്ട്, ഡ്രെയിൻ ഉണ്ട്, ഒരാളും കൂടി ഉണ്ട് സബ്സ്ട്രേറ്റ് എപ്പോഴും നടുക്കാണ് കാണിക്കാറ്, അത് നമ്മൾ സിമ്പിളിൽ ചിലപ്പോൾ കാണിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പി മോസിൻ്റെ സിമ്പിൾ. ഇതാണ് സോഴ്സ് ടെർമിനൽ, ഗേറ്റ്, ഡ്രെയിന്. പി മോസിന് എപ്പോഴും ഒരു ബബിൾ ഉണ്ടായിരിക്കും എൻ്റെ ഫ്രണ്ടിൽ, ഗേറ്റ് ടെർമിനലിൽ ഒരു ബബിൾ ഉണ്ടായിരിക്കും. പിന്നെ വേറെ രീതിയിൽ കാണിക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ. ഈ സോഴ്സിൽ നിന്ന് അകത്തേക്ക് കറണ്ട് ഡയറക്ഷൻ കാണിച്ചുകൊണ്ടൊരു സിമ്പൽ, അകത്തേക്ക് ഡയറക്ഷൻ. പിന്നെ ഇതാണ് നമ്മുടെ സോഴ്സ്, ഇത് ഗേറ്റ്, ഇത് ഡ്രെയിന്. ഇവിടെ അകത്തുനിന്ന് ഒരാളെ കാണിച്ചിട്ടുണ്ട്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ 4th ടെർമിനൽ, ബോഡീനെ കാണിച്ചുകൊണ്ട് നമ്മൾ സിമ്പിൾ കാണിക്കാറുണ്ട്. അപ്പോൾ പുറത്തേക്ക് ആരാമാർക്കുള്ളതാണ് പി മോസ്. ഇതാണ് 3 സിമ്പിൾസ് ഓഫ് പി മോസ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ഈ സിമ്പിളാണ് പി മോസിന്. ഇതും യൂസ് ചെയ്യാറുണ്ട്, ഇതും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ എൻ മോസ് ആണ്. എൻ മോസിൻ്റെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും സിമ്പിൾ വരുന്നത്? ഇത് സോഴ്സ് സാധാരണ നമുക്ക് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. എൻ മോസിൻ്റെ കേസിൽ സോഴ്സ് നമ്മൾ സാധാരണ താഴെ കാണിക്കാറ്. ഇത് സോഴ്സ്, ഇത് ഗേറ്റ്, ഡ്രെയിൻ. കാരണം എൻ മോസിൻ്റെ സോഴ്സ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഗ്രൗണ്ട് ചെയ്യുകയാണ്. പി മോസിൻ്റെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാണ്? സോഴ്സ് ടെർമിനൽ ഒരു ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ വി ഡി ഡിയിലേക്കാണ്, വി ഡി ഡി എന്നാണ് നമ്മൾ ഹൈ വോൾട്ടേജിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വി ഡി ഡിയിലേക്കായിരിക്കും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. പി മോസ് എപ്പോഴും ഒരു വി ഡി ഡിയിലേക്കും എൻ മോസ് എപ്പോഴും നമ്മളൊരു ഗ്രൗണ്ടിലേക്കുമാണ് സോഴ്സ് ടെർമിനൽ എപ്പോഴും കണക്ട് ചെയ്തിടാറ് കേട്ടോ. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. എൻ മോസ് എപ്പോഴും ഗ്രൗണ്ടിലേക്കായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സിമ്പിൾ ഓഫ് എൻ മോസ് എന്ന് പറഞ്ഞാൽ. ഇതാണ് സോഴ്സ്, ഇത് ഗേറ്റ്, ഇത് ഡ്രെയിന്. അടുത്ത് വേറെ സിമ്പിൾ, ഇവിടെ ആരോ മാർക്ക് പുറത്തേക്ക് കാണിച്ചിരിക്കുന്നത് സോഴ്സിലേക്ക്, അങ്ങനെ ഒരു സിമ്പിളുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സബ്സ്ട്രേറ്റ് ടെർമിനലും എല്ലാം കൂടെ കാണിച്ചിട്ടുള്ളൊരു സിമ്പിളുണ്ട്. ഇതും എൻ മോസിൻ്റെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിൾസ് ഓഫ് പി മോസ് ആൻഡ് എൻ മോസ്. നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്, ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്നതാണ്, മോസ്റ്റ്ലി നമ്മൾ ഇംപ്ലിമെൻറ്റേഷനൊക്കെ യൂസ് ചെയ്യാറ്. ഓക്കെ, എന്താണ് ഒരു ബേസിക് സിമോസ് ഇൻവേർട്ടർ? ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു സിമ്പിളാണ് അല്ലേ? നമുക്കറിയാം ഒരു ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടാണുള്ളത്. ഇൻപുട്ട് ഇപ്പോൾ ഇൻപുട്ട് 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. കോംപ്ലിമെൻ്ററി ആണല്ലോ, കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്, ഇൻവേർട്ട് ചെയ്യുകയാണ് എപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ ഇൻപുട്ട് ഞാൻ 0 കൊടുത്താൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇൻപുട്ട് ഞാൻ 1 കൊടുത്താൽ ഔട്ട്പുട്ടിൽ എപ്പോഴും എനിക്ക് എൻ്റെ തരുള്ളൂ? ഒരു 0 അല്ലെങ്കിൽ ലോ വാല്യൂ മാത്രം തരുന്നതാണ് ഒരു ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ. ഒരു ഇൻവേർട്ടറിന് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് ഉള്ളത്. ഇതെൻ്റെ ലോജിക് സിമ്പിളാണ്. നമ്മളതിനെ സിമോസ് ലോജിക്ക് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഫിഗർ. അതായത് ഒരു ഇൻപുട്ടേ ഉള്ളൂ, കോംപ്ലിമെൻ്ററി ലോജിക്കാണ് അല്ലേ? സിമോസ് ലോജിക്ക് എന്ന് പറയുമ്പോൾ ഒരു പി മോസിൻ്റെയും ഒരു എൻ മോസിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ സിമോസ് എന്ന് പറയുന്നത്. അപ്പം ഒറ്റ ഇൻപുട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു പി മോസ് എൻ മോസും കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ എങ്ങോട്ട് കൊടുത്തു? ഒറ്റ ഇൻപുട്ടിലേക്കും. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ എന്ത് കൊടുത്തു? ഒറ്റ ഔട്ട്പുട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഒറ്റ ഔട്ട്പുട്ട്, രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഒറ്റ ഔട്ട്പുട്ടായിട്ടും രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഒറ്റ ഇൻപുട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മേളിൽ കാണിച്ചിരിക്കുന്ന പി മോസ് ആണ്. പി മോസിൻ്റെ ഇതാണ് പി മോസ്. കണ്ടോ? ബബിൾ ചെയ്തിട്ട് കണ്ടോ? സോഴ്സ് എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? വി ഡി ഡിയിലേക്കാണ്. അപ്പം ഒരു സോഴ്സ്, ഗേറ്റ്, ഡ്രെയിന്. ഇത് ഒരു എൻ മോസ്, സോഴ്സ്, ഗേറ്റ്, ഡ്രെയിന്. സോഴ്സ് എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? ബി എസ് എസ് അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം രണ്ടിൻ്റെയും ഗേറ്റ് ടെർമിനൽ തമ്മിൽ ഷോർട്ട് ചെയ്ത് ഇൻപുട്ടും കൊടുത്തു, രണ്ടിൻ്റെയും ഡ്രെയിൻ തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ടും എടുത്തു. ഇവിടെ ഇൻപുട്ടിനെ നമ്മൾ വി എൻ എന്നും എ എന്നും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഔട്ട്പുട്ടിനെ വി ഔട്ട് അല്ലെങ്കിൽ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്ന എവിടെ നിന്നാണ്? ഡ്രെയിൻ ടു സോഴ്സിലേക്കാണല്ലേ? അപ്പം ഇവിടെ IDSP എന്ന് കാണിച്ചിട്ടുണ്ട്. IDSP മീൻസ് കറണ്ടാണ്,
ഡി എസ് മീൻസ് ഡ്രെയിൻ ടു സോഴ്സിലേക്കാണ് കറണ്ട് പോകുന്നത്. പി മീൻസ് പി മോസിൽ കൂടെ പോകുന്ന കറണ്ടാണ്. ഐ ഡി എസ് പിയും കാണിച്ചിട്ടുണ്ട്, ഐ ഡി എസ് എന്നും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രെയിൻ ടു സോഴ്സ് ത്രൂ എൻ മോസ് ആണ് ഐ ഡി എസ് എൻ. അപ്പം നമുക്കറിയാം ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് എപ്പോഴും കറണ്ട് പോകുള്ളൂ. അപ്പം ഐ ഡി എസ് പി എപ്പോഴും മേളിലേക്കും ഐ ഡി എസ് എൻ എപ്പോഴും എങ്ങോട്ടാണ്, താഴോട്ടുമാണ്. ഇതാണ് ആ ഡയറക്ഷൻസ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു CMOS ഇൻവെർട്ടർ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അത് CMOSൻ്റെ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ്. ഒരു PMOS ഉണ്ടെങ്കിൽ എന്തായിട്ടും എന്തുണ്ടാവണം, ഒരു NMOS അവിടെ ഉണ്ടായിരിക്കണം. ഒറ്റ ഇൻപുട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു PMOSും ഒരു NMOSും ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് ഇൻപുട്ടും കൊടുക്കുക, ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് എന്ത് കൊടുക്കുക, ഔട്ട്പുട്ടും കൊടുക്കുക. ഇതാണ് CMOS. ഇനി നമ്മൾ ആൻഡ് ഗേറ്റും നാൻഡ് ഗേറ്റും ഓർ ഗേറ്റും ഒരുപാട് ഇംപ്ലിമെൻറ്റേഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻസ് നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, അതിനൊക്കെ കുറേ റൂൾസുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യാനും ഉണ്ട്. ഇനി വർക്കിംഗ് പറയാം. ഒരു CMOS ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇൻപുട്ട് ഞാൻ 0 കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ അടുത്ത കാര്യം അറിയേണ്ടത്, ഇൻപുട്ട് ഞാൻ 0 കൊടുക്കുമ്പം ആരാണ് ഓൺ ആവുന്നത്? PMOS ആണോ NMOS ആണോ ഓൺ ആവുന്നത്? PMOS ആണ്. PMOS ആയിരിക്കും എപ്പോഴും ഇൻപുട്ടിലൊരു ലോ വാല്യൂ കൊടുക്കുമ്പം ഓൺ ആവുന്നത്. അത് നമ്മൾ വർക്കിംഗ് പഠിച്ച VGS നെഗറ്റീവ് വോൾട്ടേജ് അല്ലേ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. അതുമായിട്ട് PMOS ഒരു ലോ വാല്യൂ കൊടുക്കും. അപ്പോൾ ഇൻപുട്ടിൽ ലോ വാല്യൂ കൊടുക്കുമ്പം ആരാണ് ഓൺ ആവുന്നത്? PMOS ആണ് ഓൺ ആവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക, PMOSൻ്റെ ഫ്രണ്ടിൽ ആരുണ്ട്, ഒരു ബബിളില്ലേ, ബബിൾ വെച്ച് ഓർത്തിരിക്കുക. ഇൻപുട്ടിൽ 0 കൊടുക്കുമ്പോൾ ഓൺ ആവുന്ന ആരാണ്? PMOS ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇൻപുട്ടിലൊരു 0 വാല്യൂ കൊടുത്തു. 0 വാല്യൂ കൊടുക്കുമ്പോൾ ആര് ഓണായി? PMOS ഓണായി. NMOS ആ സമയത്ത് എന്താണ്? ഓഫാണ്. PMOS ഓൺ ആവുകയാണെങ്കിൽ PMOS എങ്ങോട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്? ഒരു ഹൈ വാല്യൂയിലേക്കാണ്, ഒരു VDDയിലേക്കാണ് PMOS എന്ത് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈ വാല്യൂ VDD എന്ത് ചെയ്യും? ഔട്ട്പുട്ടിൽ കിട്ടും. ഇൻപുട്ട് 0 ആകുമ്പം ഔട്ട്പുട്ട് എന്താവും നേരം? ഹൈ ആയിരിക്കും. ഔട്ട്പുട്ട് VDD അല്ലെങ്കിൽ ഹൈ. VDD ഞാനൊരു 5 വോൾട്ട് ആവാം, അല്ലെ 2 വോൾട്ട് ആവാം. എത്ര വോൾട്ടാണോ എടുക്കുന്നത് അതനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പം ഇൻപുട്ട് 0 ആകുമ്പോൾ ഔട്ട്പുട്ട് എന്തായി? ഹൈ ആയി. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്താണ്? ഒരു ഹൈ ആവുന്ന കേസ്. ഇൻപുട്ട് ഹൈ ആവുകയാണെങ്കിൽ, ഇൻപുട്ട് ഹൈ ആകുമ്പോൾ ആരായിരിക്കും ഓൺ ആവുന്നത്? NMOS ഓൺ ആയിരിക്കും. ആ സമയത്ത് ആരോ ഓഫാണ്? PMOS ഓഫായിട്ട് നിൽക്കുകയാണ്. ഇത് ഓണാണ്. ഇത് ഓണാണെങ്കിൽ ഇതെങ്ങോട്ടാണ് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്? ഗ്രൗണ്ടിലേക്കാണ് അല്ലേ? ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ 0 വോൾട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 0 പൊട്ടൻഷ്യലായിരിക്കും എവിടെ കിട്ടുന്നത്? ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ലോ ആയിരിക്കും. അപ്പോൾ ഇൻപുട്ട് ഹൈ ആയപ്പം ഔട്ട്പുട്ട് എന്തായി? ലോ ആയി. അപ്പോൾ ഇതാണ് ഒരു CMOS ഇൻവെർട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ട് 0 ആവുന്ന സമയത്ത് PMOS ഓൺ ആണ്, ഔട്ട്പുട്ട് ബിക്കംസ് ഹൈ ആവും. ഇൻപുട്ട് ഹൈ ആവുന്ന സമയത്ത് NMOS ആണ് ഓൺ ആവുന്നത്, ഔട്ട്പുട്ട് ബിക്കംസ് എന്താവും? ലോ ആവും. ഓക്കെ, ഈ കാര്യം ഓർത്തിരിക്കുക. PMOS ഫോർ ദ കേസ് നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ള DC ക്യാരക്ടറിസ്റ്റിക്സ് അതിനകത്ത് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു PMOSൻ്റെ കേസിൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നമുക്ക് VGSനെ വേണമെങ്കിലുണ്ടല്ലോ. VGS എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഗേറ്റിനും സോഴ്സിനും അക്രോസുള്ള വോൾട്ടേജിനെ നമ്മൾ ഈ VGS എന്ന് പറഞ്ഞല്ലേ. ഗേറ്റ് ടെർമിനലിനും സോഴ്സ് ടെർമിനലിനും ഇടയിലുള്ള വോൾട്ടേജിനാണ് VGS എന്ന് പറയുന്നത്. അപ്പോൾ VGSനെ നമുക്ക് എങ്ങനെ എഴുതാം? VG - VS എന്നും എഴുതാം. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ ഫിഗറിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു PMOSൻ്റെ കേസിൽ അതിൻ്റെ ഗേറ്റിലേക്ക് കൊടുത്തിരിക്കുന്നത് എന്താ? ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ? ഇൻപുട്ടാണ്. സോഴ്സിലേക്ക് കൊടുത്തിരിക്കുന്നത് എന്താ? VDD അല്ലേ? അപ്പോൾ എനിക്കിതിനെ വേണം Vin - VDD എന്ന് എഴുതാമല്ലോ. VGSനെ എഴുതാം. അതുപോലെ VDSനെ എങ്ങനെ എഴുതാം? എനിക്ക് എഴുതാം? VD - VS എന്ന് എഴുതാമല്ലേ. VDS മീൻസ് ഡ്രെയിൻഡ് സോഴ്സിൻ്റെ അക്രോസുള്ള വോൾട്ടേജാണ്. VD - VS എന്ന് എഴുതാമല്ലോ. അപ്പം ഒരു PMOSൻ്റെ ഡ്രെയിനിലേക്ക് ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഔട്ട്പുട്ട് അല്ലേ. PMOSന് ഡ്രെയിനിലേക്ക് വന്നിരിക്കുന്നത് എന്താ? ഔട്ട്പുട്ട് B അല്ലെങ്കിൽ Vout ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ VDക്ക് പകരം എന്തെഴുതാം? Vout എന്ന് എഴുതാം അല്ലേ. Vout എന്ന് എഴുതാം. അതുപോലെ സോഴ്സിലേക്ക് PMOSൻ്റെ സോഴ്സിലേക്ക് എന്തായാലും നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതെല്ലാം VDD ആണ്. അപ്പോൾ Vout - VDD എന്നും എന്തെഴുതാം? VDSന് എഴുതാം ഫോർ ദ കേസ് ഓഫ് PMOS. ഫോർ ദ കേസ് ഓഫ് NMOS ആണെങ്കിലോ VGS എന്ന് പറഞ്ഞാൽ എന്താണ്? VGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VG - VS. VG ഇൻപുട്ടിലേക്കെല്ലാം VGയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ഇൻപുട്ടാണ്. ഫോർ ദ കേസ് ഓഫ് NMOSൻ്റെ കേസിൽ സോഴ്സിലെ വോൾട്ടേജ് എന്താ? ഗ്രൗണ്ട് അല്ലേ, അല്ലെങ്കിൽ 0 വോൾട്ട് എന്ന് എഴുതാമല്ലോ. അപ്പം VGS എന്ന് പറഞ്ഞാൽ എന്താണ്? Vin ആണ്. ഫോർ ദ കേസ് ഓഫ് VDS ആണെങ്കിലോ VD - VS. VD ഡ്രെയിനിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്താ? ഔട്ട്പുട്ട് അല്ലേ. സോ Vout സോഴ്സിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഗ്രൗണ്ടാണ്. അപ്പം Vout എന്ന് എഴുതാം. അപ്പം ഫോർ ദ കേസ് ഓഫ് NMOS VGS = Vin ആണ്. ഫോർ ദ കേസ് ഓഫ് NMOS VDS = എന്താണ്? Vout ആണ്. ഓക്കെ, ഇനി അടുത്തത് വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐഡിയൽ ഇൻവെർട്ടർ ആണ് പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ സ്റ്റാറ്റിക് കേസ് ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പം ഇതാണ് ഗ്രാഫ്. ഞാൻ ഇൻപുട്ട് വോൾട്ടേജും കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഇൻപുട്ട് 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും അല്ലേ? നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് 0 ആണ്. 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് എവിടെ നിൽക്കണം? ഹൈയിൽ നിൽക്കണം അല്ലേ? ഔട്ട്പുട്ട് മാക്സിമം എവിടം വരെ പോവുള്ളൂ? ഞാൻ കൊടുത്തിരിക്കുന്ന VDD 5 വോൾട്ടാണ് 5 വോൾട്ട്, 2 വോൾട്ടാണ് 2 വോൾട്ട്. ഞാൻ കൊടുത്തിരിക്കുന്ന VDD ആണ് എനിക്ക് ഇൻപുട്ട് 0 ആയപ്പം ഔട്ട്പുട്ട് കിട്ടിയത് അല്ലേ? ഇൻപുട്ട് 0 ആകുമ്പോൾ ഓണായി, PMOS ഓണായി, ഔട്ട്പുട്ട് ഹൈ ആയെന്നാണ് ഞാൻ പറഞ്ഞത്. ഔട്ട്പുട്ട് ഹൈ ആവുന്നത് എങ്ങനെയാണ്? ആ VDD ആണ് ഔട്ട്പുട്ടിൽ വരുന്നത് അല്ലേ? VDD എന്താണോ അതാണ്. അപ്പോൾ VDD വരെയാണ് ഔട്ട്പുട്ട് പോകുന്നത് മാക്സിമം. അപ്പോൾ ഇൻപുട്ട് 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്താണ്? ഹൈ ആണ്. ദെൻ നീ ഇൻപുട്ട് ഹൈ ആവുന്ന സമയത്ത് എന്താണ്? ഇൻപുട്ട് ഹൈ ആയെന്ന് വിചാരിക്കുക. ഇൻപുട്ട് ഹൈ ആവുന്ന കേസിൽ ഇപ്പോൾ ഹൈ വാല്യൂലോട്ട് വന്നു. ഇൻപുട്ട് ഹൈ ആവുന്ന കേസാണെങ്കിൽ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് എന്താവും? ലോ ആയി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പ്രാക്ടിക്കലി നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടുമോ? ഇങ്ങനെയൊക്കെ ഒരു ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ പഠിക്കും. DC ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അല്ലേ? പെട്ടെന്ന്, കാരണം ഇതിപ്പം 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഹൈ ഉണ്ട്. ഇവിടെ 0 ആയ സമയത്ത് എന്താണ്? ഔട്ട്പുട്ട് ഹൈയിലാണ് നിൽക്കുന്നത്. ഇത് പിന്നെ നമുക്ക് ഹൈയിൽ നിന്ന് ലോയിലോട്ട് വരുമ്പോൾ ഗ്രാജുവലി വരുള്ളൂ പ്രാക്ടിക്കൽ കേസിൽ. ഇതിപ്പോൾ നമ്മൾ സ്റ്റാറ്റിക്കലി ആയതുകൊണ്ടാണ് നമ്മൾ ഷാർപ്പായിട്ട് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇൻപുട്ട് 0 ആയപ്പം ഔട്ട്പുട്ട് എന്താണ്? ഹൈയിലാണ്. ഇൻപുട്ട് ഞാൻ കൂടി വരുവാണ്. ഇൻപുട്ട് ഒരു VDD/2 പകുതി ആയപ്പോഴാണ് ഔട്ട്പുട്ട് എന്താവുന്നത്? ഹൈയിൽ നിന്ന് ലോയിലേക്ക് വരുന്നത്. ഇൻപുട്ട് എപ്പോഴാണോ ഹൈ ആവുന്നത് അല്ലെങ്കിൽ VDD ആവുന്നത് ആ സമയത്ത് ഔട്ട്പുട്ട് എന്താണ്? ലോ ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. 1 represents the high voltage of VDD and 0 represents the low voltage of 0. അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഹൈ വാല്യൂന് നമ്മളെപ്പോഴും VDD ആയിട്ടും 0 അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ലോ ആണെങ്കിൽ അത് 0 ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ VSS അല്ലെ ഗ്രൗണ്ട് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ വോൾട്ടേജ് VTH ഈസ് കോൾഡ് ദ ഇൻവെർട്ടർ ത്രെഷോൾഡ് വോൾട്ടേജ്. ഞാൻ പറഞ്ഞുതരാം, ത്രെഷോൾഡ് വോൾട്ടേജിന് ഒരു ഇമ്പോർട്ടൻസ് കൂടുതലാണ് ഇവിടെ, അത് നമുക്ക് വഴിയേ മനസ്സിലാവും. ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഷോൾഡ് വോൾട്ടേജ് ആവുന്ന സമയത്ത് ഒരു PMOS NMOS ഒക്കെ ഓൺ ആവത്തുള്ളൂ. അപ്പം നമ്മൾ ഫോർ ദ കേസ് ഓഫ് ഐഡിയൽ കേസിൽ പറയാൻ വേണ്ടി VTH എന്ന് പറഞ്ഞാണ്, ശരിക്കും VDD/2 VTH ആയിട്ടാണ് നമ്മൾ ഇവിടെ ഇക്വേറ്റ് ചെയ്യുന്നത് ഫോർ ദ കേസ് ഓഫ് ഐഡിയൽ. ഓക്കെ, VTH എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് ഇൻവെർട്ടർ ആണ് VTH. ഫോർ എനി ഇൻപുട്ട് വോൾട്ടേജ് ബിറ്റ്വീൻ 0 ആൻഡ് VDD/2 അല്ലെങ്കിൽ VTH, ഞാൻ പറഞ്ഞു VTHും VDD/2 നമ്മളിവിടെ തൽക്കാലത്തേക്ക് ഇക്വേറ്റ് ചെയ്യുവാണ്. ഇവിടെ ഈ VDD/2 സ്ഥാനത്ത് എനിക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? VTH എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പം 0യ്ക്കും VDD/2നും ഇടയിലുള്ള ഏത് വോൾട്ടേജിനും ഔട്ട്പുട്ട് എന്താണ്? അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു VDD. ദ ഔട്ട്പുട്ട് സ്വിച്ചസ് ഫ്രം VDD to 0. VDD to 0 ആവുന്ന എപ്പോഴാണ്? ഗ്രേറ്റർ ദാൻ VDD/2 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് വോൾട്ടേജ് ആവുന്ന സമയത്താണ് ഔട്ട്പുട്ട് എന്താവുന്നത്? ഹൈയിൽ നിന്ന് ലോയിലേക്ക് മാറുന്നത്. ജസ്റ്റ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. Thus, an input voltage is between 0 and VTH is interrupted by an ideal inverter as logic 0, while input voltage is between VTH and VDD, it is interrupted as the logic 1. Okay.